ഇന്ന് സോയാബീൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പോകണം. അപ്പോൾ ഇത് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. അപ്പോൾ സോയാബീൻ ഒരു 15 മിനിറ്റ് വെള്ളത്തിലിട്ട് നന്നായിട്ടൊന്ന് കുതിർത്ത് കഴുകി വൃത്തിയാക്കിയതാണ്. അപ്പോൾ അതിലോട്ട് ആവശ്യത്തിനായിട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിനായിട്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. അങ്ങനെ ആവശ്യത്തിനായിട്ട് ഉപ്പും ചേർത്ത് കൊടുത്തു. ഇത് നന്നായിട്ടൊന്ന് കൈ കൊണ്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഒരു 5 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഇനി ഒരു ചട്ടി വെച്ചു. അതും ചൂടായി വന്നപ്പോൾ അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അപ്പോൾ അതൊന്ന് ചൂടായി വന്നപ്പോൾ അതിലോട്ട് നമ്മൾ മസാല വെച്ച് നമ്മളുടെ സോയാബീൻ ഇട്ട് കൊടുത്തു. അങ്ങനെ സോയാബീൻ അതിലിട്ട് കൊടുത്തതിന് ശേഷം ഒരു സ്പൂണോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത് നല്ല എണ്ണ വേണ്ടി വരും. അപ്പോൾ എണ്ണ കൂടുതൽ ഉപയോഗിക്കാത്തവർ കുറച്ച് മൈദപ്പൊടി ഇട്ടാൽ മതി. അപ്പോൾ കൂടുതലായിട്ട് എണ്ണ വേണ്ടി വരില്ല. അപ്പോൾ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കുക. അങ്ങനെ നമ്മുടെ സോയാബീൻ ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ ഇത് നമുക്ക് ഇനി ഒരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ സ്കൂളിലൊക്കെ കൊടുത്തു വിടാൻ പറ്റിയതാണ്.